സംഘപരിവാര ഫാഷിസത്തിനെതിരെ പ്രായോഗികമായ പരിഹാരങ്ങളുമായി 3 പതിറ്റാണ്ട് മുമ്പായിരുന്നു കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഉദയം. ഫെബ്രുവരിയിൽ ദേശീയ രൂപം കൈവന്നതോടെ സംഘടന രാജ്യത്തിന്റെ വേദനകളെ നെഞ്ചിലേറ്റി പ്രയാണം കൂടുതൽ വേഗത്തിലാക്കി. രൂപീകരണം മുതൽ തന്നെ വിശാലമായ കാഴ്ചപ്പാടോടെ വിഷയങ്ങളെ സമീപിക്കാനും വേദനിക്കുന്നവന്റെ പക്ഷത്തുനിന്ന് കാര്യങ്ങളെ വിലയിരുത്താനും പോപ്പുലർ ഫ്രണ്ടിന് സാധിച്ചിട്ടുണ്ട്. 3 പതിറ്റാണ്ടിനോടടുക്കുമ്പോൾ ഈ സംഘത്തിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം കൂടുതൽ ശക്തമാവുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കാം, രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരായ പോരാട്ടത്തിൽ കൂടുതൽ കരുത്താർജിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന് സാധിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടി പതിറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷ ജനതയുടെ സ്ഥാനം പൊതുജീവിതത്തിന്റെ വിളുമ്പിലാണ്. ഭരണകൂടങ്ങളുടെ ബ്രാഹ്മണ്യ മനസ്ഥിതിക്കിടയിൽപ്പെട്ട അവകാശ നിഷേധങ്ങൾക്കിരയാക്കപ്പെടുകയായിരുന്നു മുസ്ലിം ജനത. ഒപ്പം മാധ്യമപ്രഭുക്കളും കോർപ്പറേറ്റുകളും ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പൊതുബോധവും മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്ക് എതിര് നിന്നു. ഉയർന്നുവന്ന ശബ്ദങ്ങളെ അടിച്ചമർത്തുകയോ സ്വാംശീകരിക്കുകയോ ചെയ്യുന്നതിൽ കുടിലതയുടെ ഈ തമ്പുരാക്കൾ വിജയിക്കുകയും ചെയ്തു. ക്രമപ്രവൃദ്ധമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ വളർച്ച. ഇപ്പോൾ ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് പോപ്പുലർ ഫ്രണ്ട്. എവിടെയും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ അവഗണിക്കാനാവാത്ത ശബ്ദമായി പോപ്പുലർ ഫ്രണ്ട് ഉയർന്നു നിൽക്കുന്നു. ഉത്തരേന്ത്യൻ ഗല്ലികളിൽ എരിഞ്ഞു തീരുമായിരുന്ന അനേകായിരം ബാല്യങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം നൽകുന്നിടത്ത് സ്വന്തമായ ഇടം പോപ്പുലർ ഫ്രണ്ട് കണ്ടെത്തിയിരുന്നു. ഗ്രാമങ്ങളിലെ സ്ത്രീകളെയും മറ്റും ഉൾപ്പെടുത്തിയുള്ള സ്വാശ്രയ സംഘങ്ങൾ അവരുടെ ജീവിതത്തിന് പുതിയ അർത്ഥവും ലക്ഷ്യവും നൽകി. വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികവും ഭൗതികവുമായ സഹായങ്ങൾ, വീടില്ലാത്തവർക്ക് ഭവന നിർമ്മാണം, പ്രളയത്തിൽ സകലതും നഷ്ടപ്പെട്ടവർക്ക് പ്രത്യേക പുനരധിവാസ പാക്കേജ്, ജീവജലം ലഭ്യമാക്കുന്നതിന് കുടിവെള്ള പദ്ധതികൾ തുടങ്ങി സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങളാണ് സംഘടന നടപ്പാക്കി വരുന്നത്. ആരോഗ്യമേഖലയിലും ആരോഗ്യ ബോധവൽക്കരണ രംഗത്തും ചെറിയ ചില ചുവടുകൾ വയ്ക്കാൻ പോപ്പുലർ ഫ്രണ്ടിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലും പുറത്തുമുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ രക്ഷയ്ക്കായി ഓടിയെത്തിയവരും അവസാനം ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയവരും പോപ്പുലർ ഫ്രണ്ടിന്റെ കരുത്തുറ്റ പ്രവർത്തകരാണ്. 2018 പ്രളയത്തിൽ കൈമൈ മറന്ന് രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളിലും സംഘടനയുടെ സന്നദ്ധ വളണ്ടിയർമാർ ശ്ലാഘനീയമായ സമർപ്പണ സന്നദ്ധതയും ത്യാഗബോധവും പ്രകടിപ്പിച്ചു. പ്രളയാനന്തരമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലും അവർ സജീവമായിരുന്നു. 2019 മഴക്കെടുതിയിൽ കവളപ്പാറ ദുരന്തഭൂമിയിലും ചെന്നൈയിലെ പ്രളയഭൂമിയിലും സ്വയം മറന്ന് സേവന സന്നദ്ധരായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ. ഫാഷിസത്തിനെതിരെ നിരന്തരം ബോധവൽക്കരണമെന്നത് സംഘടനയുടെ രൂപീകരണ കാലം തൊട്ടുതന്നെ പ്രധാന അജണ്ടകളിലൊന്നാണ്. ചെറുതും വലുതുമായ ഒട്ടേറെ പരിപാടികൾ ഈ വിഷയത്തിലൂന്നി പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുണ്ട്. ജനകീയ പ്രതിരോധമല്ലാതെ ഫാഷിസത്തെ തടയാൻ മറ്റൊരു വഴികളുമില്ലെന്ന് സംഘടന വിശ്വസിക്കുന്നു. ഇന്ത്യൻ ജനതയെ ഭയപ്പെടുത്തി നിശബ്ദരാക്കി ഹിന്ദുത്വത്തെ വിജയിപ്പിച്ചെടുക്കാമെന്ന് കരുതുന്നവർക്ക് താക്കീതായിരുന്നു ബാബരി മസ്ജിദ് കേസിലെ കോടതി വിധിക്കും CAAക്കും എതിരെയുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രതിഷേധങ്ങൾ. ഫാഷിസത്തിന്റെ ഇരകളാകാൻ വിധിക്കപ്പെട്ടവർക്ക് ആശ്വാസം നൽകാൻ കേരളത്തിലെന്ന പോലെ ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിന് സാധിച്ചിട്ടുണ്ട്. ഇരകളാക്കപ്പെട്ടവർക്ക് നിയമസഹായത്തോടൊപ്പം ഹിന്ദുത്വം തകർത്ത ജീവിതം തുന്നിച്ചേർക്കാൻ ഇരകളെ സഹായിക്കുകയും ചെയ്യുന്നു.
വേട്ടക്കാരന്റെ കൂടെയോടുന്ന ഭരണകൂടത്തിന്റെ നെറികേടുകളെ നിർഭയം തുറന്നുകാട്ടുന്നതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ ഒതുക്കാനും ഇല്ലാതാക്കാനും കള്ളക്കേസുകളിലൂടെയും ആദായ വകുപ്പിന്റെ നോട്ടീസുകളിലൂടെയും ശ്രമിക്കുന്നവർക്ക് മുന്നിൽ നെഞ്ചുവിരിച്ച് നീങ്ങാൻ പോപ്പുലർ ഫ്രണ്ടിനെ സഹായിച്ചിട്ടുള്ളത് ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള രാജ്യത്തെ പൊതുജനമാണ്. ഫാഷിസം തോൽക്കാനുള്ളത് തന്നെയാണെന്ന് പോപ്പുലർ ഫ്രണ്ട് ഉറച്ചു വിശ്വസിക്കുന്നു. എന്നും ഇന്ത്യൻ തെരുവുകൾ RSSനെതിരെ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ അത് പോപ്പുലർ ഫ്രണ്ടിന്റെ 3 പതിറ്റാണ്ടിന്റെ ശബ്ദം കൂടുതൽ കരുത്തോടെ പുനർജനിക്കുന്നതിന്റെയും പ്രതിധ്വനിക്കുന്നതിന്റെയും അടയാളപ്പെടുത്തലാണ്. വിവിധ തുറകളിലുള്ള ജനങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നതും മറ്റൊന്നല്ല ബോധ്യപ്പെടുത്തുന്നത്. സത്യം വിജയിക്കുക തന്നെ ചെയ്യും, അസത്യം അത് തകരാനുള്ളത് തന്നെയാണ്. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഈ പോരാട്ടത്തോടൊപ്പം നിങ്ങളും അണിചേരുക. ഈ യാത്രാസംഘത്തിന് ഊർജമാവാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളും പിന്തുണക്കുക. ഫാഷിസം എന്ന വിപത്തിനെ നാടുകടത്തി നമുക്ക് ഈ രാജ്യത്തെ നീതിക്കുമേൽ പടുത്തുയർത്താം. എല്ലാ ഇന്ത്യക്കാർക്കും തുല്യ അവകാശങ്ങളും തുല്യനീതിയും ലഭിക്കുന്ന പുതിയൊരു പ്രഭാതത്തിനായി നമുക്ക് കാത്തിരിക്കാം.